നമസ്കാരം. ഇന്ത്യയിലെ ഭൂരിപക്ഷ മതവിശ്വാസികളുടെ എണ്ണം കുറയുന്നു എന്ന് തെളിയിക്കുന്ന ചില സുപ്രധാന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. 1950നും 2015നും ഇടയിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷ മതവിശ്വാസികളുടെ എണ്ണം 7.82% കുറഞ്ഞു എന്നാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി പ്രസിദ്ധീകരിച്ച വർക്കിംഗ് പേപ്പറിലുള്ള ഒരു വിശകലനത്തിൽ പറയുന്നത്. അതേസമയം തന്നെ ന്യൂനപക്ഷങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് താനും. ഇന്ത്യ ഉൾപ്പെടെ 167 രാജ്യങ്ങളെ ആധാരമാക്കിക്കൊണ്ടാണ് ഈ ഒരു പഠനം നടത്തിയിരിക്കുന്നത്. ഭൂരിപക്ഷ മതവിശ്വാസികളുടെ എണ്ണത്തിൽ 10% ഇടിവ് രേഖപ്പെടുത്തിയ മ്യാൻമറിന്റെ തൊട്ടു പിന്നിലാണ് ഈ ഒരു കണക്കിൽ ഇന്ത്യയുടെ സ്ഥാനം. 1950 മുസ്ലിം ജനസംഖ്യയുടെ പങ്ക് 9.84%. 2015 അത് 14.09% വർദ്ധിച്ചിട്ടുണ്ട്. അതായത് 43.15% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ന്യൂനപക്ഷ ജനസംഖ്യ വളരെ ഭയാനകമാകുന്ന രീതിയിൽ തന്നെ ചുരുങ്ങി പോകുന്നതിനിടയിലാണ് ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ് ജനസംഖ്യയും കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട്. 1950നും 2015നും ഇടയിൽ ക്രിസ്ത്യൻ ജനസംഖ്യ 2.24% നിന്നും 2.36% ഉയർന്നിട്ടുണ്ട്. ഏകദേശം 5% വർധനവാണ് ഈ ക്രിസ്ത്യൻ ജനസംഖ്യയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് നിലവിൽ ഇന്ത്യയിൽ ഉള്ളത് എന്നും ന്യൂനപക്ഷങ്ങൾക്ക് നിയമപരമായ നിർവചനവും തുല്യ ഭരണഘടനാ അവകാശങ്ങളും ഒക്കെ നൽകുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നുകൂടി ഈ പഠനം പറയുന്നുണ്ട്. മതസംവരണം വേണ്ട എന്ന് മോദി പറയുന്നതിന് പിന്നിലും മുസ്ലിം സംവരണം നടപ്പിലാക്കണമെന്ന് ലാലു പ്രസാദ് യാദവ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ വാശി പിടിക്കുന്നതിന് പിന്നിലുമുള്ള കാരണവും ഈ റിപ്പോർട്ടിൽ വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.